അപ്പോൾ ഹോഗ്വേർട്സിലെ കുട്ടികളാണെങ്കിലും ഹാരീനെ ഇങ്ങനെ എത്തി എത്തി നോക്കുമായിരുന്നു. അതായത് എല്ലാവരും ഇങ്ങനെ ഹാരീനെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ദേ ആ ചുവന്ന മുടിയിരിക്കുന്ന ആ കുട്ടിയുടെ അടുത്തിരിക്കുന്ന ആൾ, ആ കറുത്ത മുടി കണ്ണട വെച്ചിട്ട് അത് ഹാരി പോട്ടറാണ്, ഞാൻ കണ്ടു, സ്കാറുണ്ട് സ്കാറുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും ഹാരീനെ ഇങ്ങനെ തുറിച്ചു നോക്കുമായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെടുന്നില്ല ഹാരിക്ക് ഇങ്ങനെ നോക്കണമെന്ന്. കാരണം ഹാരി വിചാരിക്കണം ഇവർ നോക്കിയില്ലായിരുന്നെങ്കിൽ. കാരണം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാരിക്ക് ക്ലാസ്സിലേക്കെല്ലാം വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. എപ്പോഴൊക്കെ ഹാരി വഴി നിറഞ്ഞ് നടക്കണോ അപ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ ഹാരി തുറിച്ച് നോക്കുമ്പോൾ ഹാരിക്ക് സത്യം പറഞ്ഞാൽ കോൺസെൻട്രേഷൻ കിട്ടണില്ല. ഹോഗ്വേർട്സിൽ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 142-145 കോണിപ്പടികളുണ്ട്. ഈ കോണിപ്പടികൾ വെറുതെ നിൽക്കുക മാത്രമല്ല, അതെപ്പോഴും നീങ്ങിക്കൊണ്ടിരിക്കും. ക്ലാസ്സുകൾ നീങ്ങിക്കൊണ്ടിരിക്കും, വാതിലുകൾ നീങ്ങിക്കൊണ്ടിരിക്കും. നമുക്ക് ചിലപ്പോൾ വാതിലാ തോന്നും, പക്ഷെ പോയി നോക്കുമ്പോൾ അത് വാതിലാവില്ല, വേറെ എന്തെങ്കിലും സോളിഡ് ആയിട്ടുള്ളൊരു സാധനം അവിടെ ഉണ്ടാവുക. അപ്പോൾ ഹോഗ്വേർട്സ് എന്ന് പറയുന്ന സ്ഥലം ഫുൾ മാജിക്കാണ്, മൊത്തത്തിൽ മാജിക്കാണ് ഹോഗ്വേർട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ വഴി എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർ പഠിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ ഹാരി എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ വഴി ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ ഹാരി പോട്ടർ ഹാരി പോട്ടർ എന്ന് പറഞ്ഞ് തുറച്ച് നോക്കുക. സത്യം പറഞ്ഞാൽ ഹാരിക്കിത് ഒരു ഭയങ്കര ഒരു ക്രിഞ്ച്, ഒരു അൺകംഫർട്ടബിൾ ഫീൽ വരുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കുന്ന സമയത്ത്. പക്ഷേ ഹാരി എങ്ങനെയൊക്കെ ഒരു മാസമൊക്കെ എടുക്കുന്നുണ്ട് ഹാരിക്കും റോണിനും അവിടുത്തെ വഴികൾ പഠിക്കാനും, അതേപോലെ തന്നെ ഈ ഏതൊക്കെയാണ് ഗ്രേറ്റ് ഹോള്, എവിടെയാണ് ഇവരുടെ ക്ലാസ് റൂം വരുന്നത്, ഇതൊക്കെ പഠിക്കാൻ ഇവർക്ക് നല്ല സമയം എടുക്കുന്നുണ്ട്. ഏകദേശം ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് ഇവർ നേരാവണത് പഠിച്ച് വരണത്. ഇനി ഇവരുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവർക്ക് ഡിഫറെൻറ്റ് സബ്ജക്റ്റുകളാണ് കേട്ടോ. നമ്മളിവിടെ പഠിക്കുന്ന മാത്സും സയൻസ് എന്നല്ല, അവരെക്കുറിച്ചൊരു ഹിസ്റ്ററി ഉണ്ട്. ഹിസ്റ്ററി ഓഫ് മാജിക്കാണ് അവർ പഠിക്കുക. മാജിക്കിൻ്റെ ഹിസ്റ്ററി, അതേപോലെ തന്നെ ഹെർബോളജി, ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സ്, ട്രാൻസ്ഫിഗറേഷൻ, അതായത് ഇതൊക്കെയാണ് അവരുടെ സബ്ജക്റ്റുകളായിട്ട് വരുന്നത്. അങ്ങനെ ഹാരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമൊക്കെ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഹാരിക്ക് ഒരു മാജിക്കും അറിയില്ല, ഹാരി ഒന്നും അറിയാത്ത പോലെ ആവുമോ എന്നുള്ള പേടി ഹാരിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഹാരിക്ക് അതില്ല. കാരണം ഒരുപാട് പിള്ളേർ ഹാരിയെക്കാട്ടിലും ഒന്നും അറിയാണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതേപോലെ മഗൾസ് ഫാമിലിയിൽ വന്ന് ഒന്നും അറിയാണ്ട് ആദ്യമായിട്ട് വന്ന് അങ്ങനെ ഒരുപാട് പേര് അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാരിക്ക് സത്യം പറഞ്ഞാൽ ക്യാച്ചപ്പ് ചെയ്യാൻ വലിയ പ്രശ്നമൊന്നും തോന്നില്ല. പിന്നെ എല്ലാം അറിയുന്ന റോണും, അതായത് ഒരു വിസാർഡിങ് ഫാമിലിയിൽ നിന്ന് വരുന്ന റോണിന് പോലും സത്യം പറഞ്ഞാൽ മര്യാദയ്ക്കൊന്നും പഠിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് അർത്ഥം. പക്ഷേ എല്ലാം അറിയുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മുടെ ഹെർമേണി ഗ്രേഞ്ചർ. ഏത് ചോദ്യം ചോദിച്ചാലും ആദ്യം കൈകൊണ്ടിരിക്കും, ഞാൻ പറയാം ടീച്ചർ. അല്ലെങ്കിൽ ഈ പഠിക്കുക എന്ന് പറയുമ്പോൾ അത്രയും പഠിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കുട്ടിയാണ് നമ്മുടെ ഈ ഹെർമേണി ഗ്രേഞ്ചർ എന്ന് പറയുന്നത്. ഈ റോണിന് സത്യം പറഞ്ഞാൽ ഹെർമേണീനെ അത്ര വലിയ പിടുത്തമില്ല. ഈ ഹെർമേണിയുടെ ആറ്റിറ്റ്യൂഡൊന്നും റോണിന് മാത്രം അത്ര പിടുത്തമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമ്മുടെ പ്രൊഫസർ മെഗനുകളുടെ സബ്ജക്റ്റാണ് ട്രാൻസ്ഫിഗറേഷൻ. അതായത് വേറൊന്നുമല്ല, ഇപ്പോൾ ഒരു സാധനം എടുത്ത് വേറൊരു സാധനം ആക്കുക. ഈ പ്രൊഫസർ മെഗനുകൾ ആദ്യം തന്നെ അവരുടെ ആ ഒരു ടേബിൾ ഉണ്ടാവില്ല, ആ ഒരു മേശ, ആ മേശനെ ഒരു പന്നിയായി കാണിക്കും. ആ പന്നീനെ തിരിച്ചിങ്ങനെ ടേബിളാകും. അപ്പോൾ എല്ലാവർക്കും ട്രാൻസ്ഫിഗറേഷൻ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പക്ഷേ പ്രൊഫസർ മെഗനുകൾ പറയും, ഇപ്പം തന്നെ നിങ്ങളിതൊന്നും പഠിക്കണ്ട, നമുക്ക് ആദ്യം കുറച്ച് തിയറി പഠിക്കാം എന്ന് പറഞ്ഞിട്ട് പ്രൊഫസർ മെഗനുകളാണെങ്കിൽ ഭയങ്കര 2x സ്പീഡിലാണ് എന്ത് ചെയ്യണത്, നോട്ട്സ് വായിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ പ്രൊഫസർ മെഗനുകളുടെ സ്പീഡിനോട് കൂടെ ആർക്കും എത്താൻ പറ്റണില്ല. പക്ഷെ അങ്ങനെ എത്താൻ പറ്റുന്ന ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് നമ്മുടെ ഹെർമേണി ആയിരുന്നു. ഹെർമേണി ഭയങ്കര ആക്റ്റീവായിട്ട് ഇരുന്നിട്ട് മെഗനുകൾ പറയുന്ന അതേ സ്പീഡിൽ നോട്ട്സൊക്കെ എഴുതിയെടുക്കുമായിരുന്നു. അതുകൊണ്ട് മെഗനുകൾ എപ്പോഴും ഈ മെഗനുകൾ എന്ത് ചെയ്യുമായിരുന്നു, എപ്പോഴും ഈ നമ്മുടെ ഹെർമേണിനെ നോക്കിയിട്ട് ഒരു ചിരിക്കുമായിരുന്നു എപ്പോഴും. അതായത് മെഗനുകളിൽ അത്യാവശ്യം ഇഷ്ടമായിരുന്നു ഹെർമേണീനെ, അത്യാവശ്യം നന്നായി പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു ഈ ഹെർമേണി എന്ന് പറയുന്നത്. മെഗനുകളാണെങ്കിലും ഭയങ്കര ക്ലവറാണ്, ഭയങ്കര സ്ട്രിക്റ്റാണ്, ക്ലാസ് ഫുള്ള് സൈലൻസാണ്. അതേപോലെ എല്ലാവരും സൈലൻ്റായിരിക്കുന്ന വേറൊരു ക്ലാസ് ഉണ്ടായിരുന്നു, അതായിരുന്നു പോർഷൻസ് ക്ലാസ് എന്ന് പറയുന്നത്. ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ഒരു സാധനം ഉണ്ടാക്കുക, അതാണ് ഈ പോർഷൻസ്. ഈ വെള്ളം പോലെ ഒരു സാധനം ഉണ്ടാക്കുക, അതാണ് ഈ പോർഷൻസ് എന്ന് പറയുന്നത്. ഈ പോർഷൻസ് എടുത്തിരുന്ന ഇവരുടെ സാറായിരുന്നു സ്നേപ്പ്, സിവിയസ് സ്നേപ്പ് എന്നാണ് ഈ ഒരു സാറിൻ്റെ പേര്. അതായത് സ്നേപ്പ് എന്നാണ് പേര്. സ്നേപ്പ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടപ്പോൾ മുതലേ ഹാരിനെ ഒരുമാതിരി തുറച്ചു നോക്കിക്കൊണ്ടേയിരിക്കും എപ്പോഴും. എന്തോ ഹാരിനെ ഇഷ്ടമല്ലാത്ത പോലെ. ഹാരിക്ക് ആദ്യം നോട്ടം കാണുമ്പോൾ തന്നെ തോന്നുമായിരുന്നു ഹാരിനെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം. പക്ഷേ അതുമാത്രമല്ല, ഹാരിയോട് വെറുതെ ചോദ്യം ചോദിക്കുമായിരുന്നു. ഇവരെല്ലാവരും ക്ലാസ്സിലേക്ക് വരും, അറ്റൻഡൻസ് രജിസ്റ്റർ എടുക്കും, ഓരോരുത്തരുടെ പേര് വായിക്കും. ഹാരിയുടെ പേരെത്തുമ്പോൾ ഒരു പോസാണ്. മെഗനുകളല്ലാണ്ട് ബാക്കി എല്ലാ ടീച്ചർമാർക്കും ഇങ്ങനൊരു പോസ് ഉണ്ട്. സ്നേപ്പും അതെ, ഇതേപോലെ ഹാരിയുടെ പേര് കണ്ടപ്പോൾ ഒന്ന് പോസാവാണ്. എന്നിട്ട് ഹാരിയുടെ അടുത്തേക്ക് വരിക, ഓ നിങ്ങളാണല്ലേ ഹാരി പോട്ടർ, നമ്മുടെ ചെറിയ ന്യൂ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഹാരിനെ ഒരുമാതിരി ആക്കണ പോലെയുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പറയുകയാണ്, ഓ ഈ പറയണ പോലെയൊക്കെ എത്രയൊക്കെ ഉണ്ടോയെന്ന് ഞാനൊന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഹാരിയോട് ഒരു ചോദ്യം ചോദിക്കുക. ഇന്നൊരു സാധനവും മിക്സ് ചെയ്താൽ എന്താ കിട്ടുക എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഹാരിയോട് ചോദിക്കുക. ഹാരിക്കുണ്ടോ ഉത്തരം അറിയണു? ഹാരി പറയുകയാണ്, എനിക്കറിയില്ല സാർ എന്ന് പറയുക. പക്ഷേ വേറൊരാളവിടെ കൈ മുന്തിക്കുന്നുണ്ട് കേട്ടോ, ഉത്തരം പറയാൻ മുട്ടി നിൽക്കുകയാണ് അവിടെ നമ്മുടെ ഹെർമേണി. പക്ഷേ സ്നേപ്പ് ഹെർമേണിയുടെ കൈ നോക്കുക പോലുമില്ല.
വീണ്ടും വേറൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മുടെ സ്നേപ്പ് ഹാരിയോട്. അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ലല്ലോ, ഫേമസ് ഹാരി പോട്ടറൊക്കെ ഇത്രയും ബേസ് ആയിട്ടുള്ള കാര്യം അറിയില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു ചോദ്യം ചോദിക്കുക. അതും നമ്മുടെ ഹാരി പറയും എനിക്കറിയില്ല സാർ എന്ന് പറയാണ് ഹാരി. അപ്പോഴും നമ്മുടെ ഹെർമേണി എന്ത് ചെയ്യണം, കൈ നല്ലോണം ഇങ്ങനെ പൊന്തിച്ച് പിടിക്കുന്നുണ്ട്. വീണ്ടും എന്ത് ചെയ്യാണ്, സ്നേപ്പ് വേറൊരു ചോദ്യം ഹാരിയോട് ചോദിക്കുകയാണ്. അതും ഹാരി പറയുകയാണ് എനിക്കറിയില്ല സാർ. അത് ആ ഹെർമേണി കുറേ നേരമായി കൈ പൊന്തിച്ച് നിൽക്കണം, അവളോട് ചോദിക്കാൻ. അപ്പോൾ ക്ലാസ്സിലെ ചില കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങുക, പക്ഷേ സ്നേപ്പ് ചിരിക്കില്ല. സ്നേപ്പ് പറയുകയാണ് ഇതാണോ ഫേമസ് ആയിട്ടുള്ള ഹാരി പോട്ടർ, എന്തായാലും നിങ്ങളുടെ ഇത്ര മാർക്ക്, ഗ്രിഫൻഡോറിന് ഇത്ര മാർക്ക് ഞാൻ എടുക്കുകയാണ്. ഇതും കൂടി കേട്ടപ്പോൾ ഹാരിക്ക് ഒരു കാര്യം മനസ്സിലായി, അതായത് സ്നേപ്പിന് ഹാരിനെ ഇഷ്ടക്കേട് മാത്രമല്ല ഹാരിനെ വെറുപ്പാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാരിക്ക് അറിയില്ല, അതാണ് സത്യം. അതെന്താ ഏതാന്നൊക്കെ ചോദിക്കുമ്പോൾ ഹാരി റോണിനോട് ചോദിക്കും എന്തിനാ സ്നേഹിപ്പിന് എന്നോട് ഇത്രയും ദേഷ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോൺ പറയും അതൊന്നും കാര്യമാക്കണ്ട, ഫ്രെഡിനും ജോർജിനെയും എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുത്തുകൊണ്ടേയിരിക്കും, അവരുടെ നിന്ന് എപ്പോഴും ഇവർ പോയിൻറ്റ്സ് എടുത്തുകൊണ്ടേയിരിക്കും എന്ന് പറയുകയാണ്. അപ്പോൾ ഹാരിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയണില്ല, എന്തിനാ അത്ര ദേഷ്യം ഒന്നും അറിയില്ല. പക്ഷേ സ്നേഹിപ്പിന് ഇഷ്ടപ്പെട്ടൊരു കുട്ടി ഉണ്ടായിരുന്നു ക്ലാസ്സിൽ, അത് ഡ്രാക്കോ മാൽഫോയ് ആയിരുന്നു. ഈ സ്നേഹിപ്പ് സ്ലിതറിൻ്റെ ടീച്ചറാണ് കേട്ടോ. ഡ്രാക്കോ മാൽഫോയിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു സ്നേഹിപ്പിന്. വേറെ ഒരു കുട്ടിയുടെ ഇഷ്ടമല്ല, എപ്പോഴും ദേഷ്യം പിടിച്ച ഒരു സ്വഭാവമുള്ളൊരു ആളാണ് ഈ പറയുന്ന സ്നേഹിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഓരോരോ ക്ലാസ്സുകളും ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മൂങ്ങകൾ പറന്ന് വരാനുള്ളൊരു സമയമുണ്ട്. മൂങ്ങകളാണെങ്കിലും ഇവർക്ക് എന്തൊക്കെ മെസ്സേജ് കൊണ്ടുവരണോ അതൊക്കെ കൊണ്ടുവരണം. ഇവരൊരു സ്ഥലത്തിരിക്കുന്ന സമയത്താണ് ഈ മെസ്സേജുകൾ വരിക. അപ്പോൾ ഹാരിക്ക് കുറച്ച് ദിവസമായിട്ട് ആരും ഒരു മെസ്സേജും അയച്ചിട്ടില്ല, കാരണം ഹാരിക്ക് അങ്ങനെ അയക്കാൻ മാത്രമൊന്നും അങ്ങനെ ആരും ഇല്ലല്ലോ. അതായത് ഹെഡ്വിഗിന് കുറച്ച് ദിവസമായിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല എന്നർത്ഥം ഹാരിയുടെ മൂങ്ങയ്ക്ക്. പക്ഷേ അന്നൊരു ദിവസം ഹാരിയുടെ മൂങ്ങ ഒരു ലെറ്ററും കൊണ്ട് വരും. ആ ലെറ്റർ തുറന്ന് നോക്കുമ്പോഴാണ് ഹാരിക്ക് മനസ്സിലാവുക അത് ഹാഗ്രിഡിൻ്റെ ലെറ്റർ ആയിരുന്നു. ഹാഗ്രിഡ് പറയുകയാണ് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കുറച്ച് ഒഴിവ് കിട്ടുമല്ലോ, അപ്പോൾ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ചായ കുടിച്ചാലോ എന്ന് പറഞ്ഞിട്ടൊരു ലെറ്ററാണത്. ഹാരിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. ഹാരി യെസ് പ്ലീസ് ഞാൻ ഉറപ്പായിട്ടും വരാം എന്ന് പറഞ്ഞിട്ടൊരു കത്തെടുത്തിട്ട് ഹെഡ്വിഗിനെ കൊണ്ട് തിരിച്ചയപ്പിക്കുകയാണ്. ഇനി ഇവർ കാത്തിരുന്നൊരു ക്ലാസ്സായിരുന്നു ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സിൻ്റെ ക്ലാസ്. ഈ ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ഡാർക്ക് ആർട്സിനെതിരെ, അതായത് ഈ ദുർമന്ത്രവാദമൊക്കെ ഉണ്ടാവുമല്ലോ അതിനെതിരെ എങ്ങനെ നമുക്ക് പോരാടാം എന്ന് പഠിപ്പിക്കുന്നൊരു ക്ലാസ്സാണ് ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സ്. ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെട്ടൊരു ക്ലാസ്സായിരുന്നു സംഭവം. ഇതെടുക്കുന്ന ടീച്ചറാണ് പ്രൊഫസർ ക്യുരൽ എന്നാണ് ഈ ഒരു ടീച്ചറുടെ പേര്. ഈ ടീച്ചറുടെ തലയിൽ ഒരു തലപ്പാവൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇവർ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്ത പോലെയൊന്നും അത്ര നല്ലതൊന്നും ആവില്ല. ഈ പ്രൊഫസർ ക്യുരലിൻ്റെ ഈ ഒരു ക്ലാസ് ഫുള്ള് കോമഡിയാണ്. പ്രൊഫസർ ക്യുരലിൻ്റെ ക്ലാസ് ഒരു സീരിയസ്നെസ്സും ഇല്ല. നിങ്ങൾ ഡാർക്ക് ആർട്സിനെതിരെയാണ് നമ്മൾ പഠിക്കുന്നതൊക്കെ നമുക്ക് തോന്നണ്ടേ, അങ്ങനെ ഒരു തോന്നലുമില്ല. ഈ ക്യുരലിനോട് കുട്ടികളൊക്കെ ചോദിക്കുന്നത് എവിടുന്നാണ് ഈ തലപ്പാവ് കിട്ടിയെന്ന്. അപ്പം ക്യുരൽ പറയും ഈ തലപ്പാവ് എനിക്ക് ഏതോ ഒരു ആഫ്രിക്കയിൽ പോയിട്ട് ഒരു സോംബിനെ ഞാൻ ഓടിച്ചു, അപ്പോൾ അവരെനിക്ക് ഗിഫ്റ്റ് തന്നാന്നൊക്കെയാണ് ക്യുരൽ പറയുക. ഇതൊന്നും ആർക്കും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. സോംബിനെ ഓടിച്ച് ഗിഫ്റ്റ് തന്ന തലപ്പാവോ, അങ്ങനെയൊക്കെയായിരുന്നു പ്രൊഫസർ ക്യുരലിൻ്റെ ക്ലാസ്. ഹാരി ഇന്നലെ കടന്നുറങ്ങുന്ന സമയത്ത് ഈ പ്രൊഫസറിൻ്റെ തലപ്പാവ്, അതായത് ഈ ക്യുരലിൻ്റെ ആ തലയിലുള്ള ആ ഒരു തലപ്പാവ് സ്വപ്നം കണ്ടിരുന്നു. ഹാരി കണ്ടിരിക്കുന്ന സ്വപ്നം ഇങ്ങനെയാണ്, ഹാരിയുടെ തലയിൽ ആ ഒരു തലപ്പാവുണ്ട്. ആ തലപ്പാവ് ഹാരിയോട് സംസാരിക്കുക, നിനക്ക് സ്ലിതറിൻ ആവായിരുന്നില്ലേ, സ്ലിതറിൻ ആണെങ്കിൽ നിനക്ക് അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ ഹാരി ഇല്ല എന്ന് പറയുകയാണ്. ഹാരി എങ്ങനെയൊക്കെ പിടിച്ച് മാറ്റാൻ, തലയിൽ നിന്ന് അങ്ങോട്ട് പിടിച്ച് മാറ്റാൻ നോക്കുകയാണ് ഈ ഒരു തലപ്പാവിനെ. എന്നിട്ട് തല ഇങ്ങനെ പിടിച്ച് മാറ്റുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ പ്രൊഫസർ സ്നേപ്പ് പ്രത്യക്ഷപ്പെടുന്നു. ആ സ്നേപ്പ് ഇതേ നേരെ മാറിയിട്ട് മാൽഫോയ് ആയി മാറുന്നു. ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ഒരു സ്വപ്നം. ഇപ്പം ഹാരിക്ക് അതൊന്നും ഓർമ്മയില്ല, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടു എന്നോ ഒന്നും ഹാരിക്ക് എണീച്ച സമയത്ത് ഹാരിക്ക് ഓർമ്മയില്ല. അങ്ങനെ നമ്മുടെ പ്രൊഫസർ ക്യുരലിൻ്റെ ക്ലാസ് ആണെങ്കിൽ വൻ ശോകമായിരുന്നു. അതായത് ഇവർ പ്രതീക്ഷിച്ച ഒരു ഗുമ്മൊന്നും ഡിഫെൻസ് അഗെയിൻസ്റ്റ് ഡാർക്ക് ആർട്സിന് ഇല്ല. അങ്ങനെയൊക്കെയാണ് ഇവരുടെ ക്ലാസ് പൊയ്ക്കൊണ്ടിരുന്നുണ്ടായിരുന്നത്. അങ്ങനെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സമയത്ത് ഹാരി നമ്മുടെ ഹാഗ്രിഡ് പറഞ്ഞ പോലെ പോവുകയാണ് അങ്ങോട്ട്. ഹാഗ്രിഡിൻ്റെ കൂടെ ചായ കുടിക്കാൻ വേണ്ടി പോവുക. റോണിനെയും കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഹാഗ്രിഡ് കാണിച്ചു കൊടുക്കും ഇതാണ് റോൺ ആണ്. അപ്പോൾ ഹാഗ്രിഡ് പറയും പുതിയ വീസിലിയാണല്ലേ, എൻ്റെ ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ സമയം ഞാൻ നിൻ്റെ മറ്റേ 2 ഫ്രെഡിനെയും ജോർജിനെയും ആ കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജീവിതത്തിൻ്റെ പകുതി മുക്കാൽ സമയം ഞാൻ കളഞ്ഞിരിക്കുന്നത് പറയാം. അതായത് ഇവരുടെ ഹോഗ്വേർട്സിൽ ഒരു കാടുണ്ട്, അവിടെ ഒരു കാടാണ്, അത് ഫോർബിഡൻ ഫോറസ്റ്റ് ആണ്. അതായത് ഡംബിൾഡോർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആരും ആ ഒരു ഫോർബിഡൻ ഫോറസ്റ്റിൻ്റെ ഭാഗത്തേക്ക് പോകരുത് എന്നുള്ള കാര്യം. അപ്പോൾ ഹാഗ്രിഡ് പറയാണ് ഫ്രെഡിനെയും ജോർജിനെയും അവിടെ നിന്നൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കഷ്ടപ്പെടാത്ത കഷ്ടപ്പാടുകളൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. അങ്ങനെ നമ്മുടെ ഹാഗ്രിഡ് അവിടെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ഹാരി ഇങ്ങനെ പറയുകയാണ് എൻ്റെ ഫസ്റ്റ് ആഴ്ച അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ ഹാരിയുടെ ഇങ്ങനെ ഭയങ്കര രീതിയിൽ ഇങ്ങനെ പറയുകയാണ്. അതിൻ്റെ ഒപ്പം ഹാരി ഒരു കാര്യം കൂടി പറയും, സ്നേഹിപ്പിന് എന്നെ ഇഷ്ടമല്ല തോന്നുന്നു പറയും.
അപ്പോൾ നമ്മുടെ ഹാഗ്രിഡ് പറയുക പിന്നെ സ്നേപ്പ് എന്തിനാണ് നിന്നെ ഇഷ്ടപ്പെടാണ്ടിരിക്കുന്നത്, അങ്ങനെയൊന്നും ഇല്ല പറയാം. പക്ഷേ ഇത് പറയുന്ന സമയത്ത് ഹാഗ്രിഡ് ഹാരിയുടെ കണ്ണുകളെ നോക്കാതെ അത് പറയണത് എന്തോ ഒരു വിശ്വാസമില്ലാത്ത പോലെ, എന്തോ ഒരു പ്രത്യേക രീതിയിലാണ് പറയണത്. എന്തോ ഹാരിക്ക് തന്നെ എപ്പോൾ തോന്നും ഹാഗ്രിഡും സ്നേപ്പിനെ കുറിച്ച് എന്തോ ഹാരിയിൽ നിന്ന് ഒളിക്കുന്നുണ്ടോ എന്ന് തോന്നുകയാണ് ഹാരിക്ക്. അങ്ങനെ അവർ എൻ്റെ ചായയൊക്കെ കുടിച്ച് തിരിച്ചു പോവുകയാണ് ഹാരിയും റോണും കൂടിയിട്ട്.